വാമനപുരം മണ്ഡലത്തിൽ വികസന ചർച്ചയിൽ പങ്കുചേരാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി. മുരളീധരൻ എത്തി. ജനങ്ങൾ അവർക്ക് വേണ്ട വികസന സ്വപ്നങ്ങൾ മുരളീധരന് മുന്നിൽ തുറന്നു പറയുകയും ചെയ്തു. കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്രതിനിധി വന്നാൽ ജനങ്ങൾക്ക് മുൻപിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും വി. മുരളീധരൻ പങ്കുവച്ചു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്തൊക്കെ വികസനങ്ങളായിരിക്കും? അയ്യോ, ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് അതിനുവേണ്ടിയാണ് ഈ ചർച്ച. ഈ പ്രദേശത്തിന്റെ പൊതുവായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ ശക്തരാണ്, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ. അത് ബാധിക്കും ഇലക്ഷന്? ഞാനും ശക്തി കുറവുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. കേന്ദ്രമന്ത്രിയാണ്, എന്നിരുന്നാൽ കൂടി ഇടത് വലതാണ് മാറി മാറി വിരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ മാറിയില്ലേ? സാഹചര്യങ്ങളൊക്കെ മാറി. ഇപ്പൊ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തുടർച്ച ഉറപ്പായിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ ഈ നാട്ടിൽ വികസനം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ളത് കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയാവും? പൗരത്വ ഭേദഗതിക്ക് കേരളത്തിൽ ഒരു പ്രസക്തിയില്ലല്ലോ. കാരണം ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിൽ ഇവിടെ ആരും വന്നിട്ട് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ആരുമില്ല. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ബി.ജെ.പിക്ക് ഒരു ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. കൃഷ്ണകുമാർജി പറഞ്ഞത് 20 സീറ്റും ജയിക്കുമെന്നുള്ള പറയുന്നില്ല, അത് അത്യാഗ്രഹമായിപ്പോ. എന്നാലും കേരളത്തിൽ ഏകദേശം എത്രത്തോളം സീറ്റ് പിടിക്കാൻ സാധിക്കും? അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ജനങ്ങൾ എത്ര പിന്തുണയ്ക്കുന്നോ അതനുസരിച്ച് ജയിക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.